കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരുമല്ലൂർ. ഗുരുതരമായി പൊള്ളലേറ്റ് മലേഷ്യയിൽ നിന്നും എയർ ആംബുലൻസ് വഴി നാട്ടിലെത്തിച്ച മിനി ഭാർഗവനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതരമായി പൊള്ളലേറ്റ് മലേഷ്യയിൽ നിന്നും എയർ ആംബുലൻസിൽ നാട്ടിലെത്തിച്ച മിനി ഭാർഗവനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. മലേഷ്യയിൽ മനുഷ്യക്കടത്തിനിരയായി ഗാർഹിക ജോലിക്കിടെ ഗുരുതരമായി പൊള്ളലേറ്റ ഇടുക്കി കട്ടപ്പന സ്വദേശി മിനി ഭാർഗവനെ വ്യാഴാഴ്ച രാത്രി 11:30 എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. കോലാലംപൂരിൽ നിന്നും മലേഷ്യൻ എയർലൈൻസിന്റെ MH108 വിമാനത്തിലെത്തിച്ച മിനിയെ വിദഗ്ധ തുടർചികിത്സയ്ക്കായി എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചത് പ്രകാരം നോർക്ക റൂട്ട്സിന്റെ ഇടപെടലിൽ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിനിയുടെ ആരോഗ്യസ്ഥിതിയും ചികിത്സാ പുരോഗതിയും ആരോഗ്യമന്ത്രി വീണ ജോർജ് വിലയിരുത്തി. മിനിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രി സൂപ്രണ്ടിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ വെന്റിലേറ്ററിൽ തുടരുന്ന മിനിയുടെ ചികിത്സ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഏകോപിപ്പിക്കും. ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും പൊള്ളലേറ്റ് മാർച്ച് 7 മിനിയെ മലേഷ്യയിലെ പെനാങ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇക്കാര്യം തൊഴിലുടമ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല. മിനിയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ ആയതോടെയാണ് കുടുംബം നോർക്ക റൂട്ട്സിലും ലോക കേരള സഭ സെക്രട്ടേറിയറ്റിലും ബന്ധപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മിനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. സന്ദർശക വിസയിൽ മലേഷ്യയിലേക്ക് കടത്തിയ മിനിയുടെ സഹോദരിയടക്കം 42 സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് മിനിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏജന്റിന്റെ വീട്ടുതടങ്ങളിൽ പാർപ്പിച്ചിരുന്ന സഹോദരിയെയും മറ്റൊരു സ്ത്രീയെയും എംബസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റി. ഇന്ത്യൻ എംബസിയിലെ ലേബർ വിങ്ങിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നോർക്കയും ലോക കേരള സഭാംഗങ്ങളും പ്രവാസി സാമൂഹിക പ്രവർത്തകരും നടത്തിയ ഇടപെടലുകളാണ് തുടർ നടപടി വേഗത്തിലാക്കി തുടർ ചികിത്സയ്ക്കായി മിനിയെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.